ഉണ്ടെങ്കിൽ നീ തൊണ്ടാക്കി ജനിച്ചവനാണെങ്കിൽ നീയും ഇദ്ദേഹം കരിച്ചേട്ടനും കൂടെ എന്റെ വീട്ടിലോ ഇവിടെ എന്റെ പഴയ വാളും വെട്ടോതിയും ഞാൻ തേച്ചെടുത്താൽ മതി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരികളെ അസഭ്യം പറയുകയും ലൈംഗിക അധിക്ഷേപം നടത്തുകയും ചെയ്ത അപ്പോൾ ഈ ന്യൂസൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഈ ന്യൂസിൽ പറയുന്ന ആക്രമണത്തിനിരയായ 2 യുവതികളിൽ ഒരാൾ ഞാനാണ്. എനിക്കും എൻ്റെ നൈബറായ ഐശ്വര്യ എന്ന് പറയുന്ന ചേച്ചിക്കുമാണ് കഴിഞ്ഞ 22-ാം തീയതി ഇങ്ങനൊരു അനുഭവം നേരിടേണ്ടി വന്നത്. ഈ വിജയകുമാർ എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ പ്ലോട്ടിംഗ് ഡെവലപ്പ് ചെയ്ത ഒരാളാണ്. പുള്ളിയുടെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള റോഡാണിത്. അത് ടാറ് ചെയ്യണമെന്ന ആവശ്യവുമായി ഞങ്ങൾ കുറച്ച് അസോസിയേഷൻ മെമ്പേഴ്സ് പുള്ളിയെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് അതിനോട് താല്പര്യമില്ല. പുള്ളിക്ക് ഈ റോഡ് ഇപ്പോഴും പുള്ളിയുടെ കയ്യിൽ തന്നെ വെക്കണം, പുള്ളി സറണ്ടർ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുകയും നമ്മൾ MLA ഇടപെടിച്ചുകൊണ്ടൊരു മീറ്റിംഗ് നടത്തുകയും ആ മീറ്റിംഗ് വിളിച്ചതിനോടുള്ള ഒരു പ്രതികാരം എന്നോണമാണ് ഞങ്ങൾക്ക് 2 പേർക്കുമെതിരെ പുള്ളി ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ ഒരു ആക്രമണം ആസൂത്രിതമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടുന്നുണ്ട്. ഞാൻ ഓക്കെ ആണോ, ഞങ്ങൾ സേഫ് ആണോ, കേസിൻ്റെ അപ്ഡേഷൻ എന്താണ്, പുള്ളിയെ പിടിച്ചോ എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് കേസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ ഒരുപാടൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണത്തിലുള്ള ലാഗ്, മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു ലാഗൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വാർത്ത മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അതിനുശേഷമാണ് നമ്മുടെ കേസിൽ ഒരു ചെറിയ പുരോഗതിയെങ്കിലും ഉണ്ടായത്. ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ IT ജോലി ചെയ്യുന്ന 2 പേരാണ്. അപ്പോൾ ഞങ്ങളെ പ്രതിധ്വനി എന്ന് പറയുന്ന പ്രതിധ്വനി ഭയങ്കരമായി ഞങ്ങളെ ഈ ഒരു കാര്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. സോ ഞങ്ങളുടെ കൂടെ നിന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. നിങ്ങൾ ഞങ്ങൾ സേഫ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ്. സോ എല്ലാവരും പറയാറുണ്ട് സിസ്റ്റം ശരിയല്ല എന്നൊക്കെ. ആക്ച്വലി സിസ്റ്റം ശരിയല്ല. പക്ഷേ നമ്മളൊരു ശരിക്ക് വേണ്ടിയാണ് പോരാടുന്നതെങ്കിൽ നമ്മൾ ആ ശരിക്ക് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യണം. നമ്മൾ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി ജീവിക്കുമ്പോൾ ഈ പറയുന്നവന്മാരുടെ വായിലിരിക്കേണ്ട ഒന്നും കേൾക്കേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ല. സോ ആസ് എ വുമൺ ഞാനും ആ ചേച്ചിയും ഞങ്ങൾക്ക് നേരിട്ടൊരു ആക്രമണത്തിനെതിരായിട്ട് ഞങ്ങൾ പോരാടി. ഞങ്ങളത് സ്ട്രോങ് ആയിട്ട് തന്നെ ഞങ്ങൾ ഒരു ഡിസിഷൻ തന്നെ നിൽക്കുകയാണ്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബെസ്റ്റ്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ ഫോർ ദ സപ്പോർട്ട് ആൻഡ് മെസ്സേജസ്. ഞങ്ങൾ സ്ട്രോങ് ആയിട്ടും ഹാപ്പി ആയിട്ടും സേഫ്